ഹായ് ഓൾ. നമുക്ക് ചാപ്റ്റർ 1 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഡിസ്കസ് ചെയ്യാം. ക്വിക്കായിട്ട് ഒന്ന് ഓടിച്ചിട്ട് നമുക്ക് ചാപ്റ്റേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം അതിൽ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് നമുക്കിടെ റിയൽ നമ്പേഴ്സ് ആണ്. പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പാകത്തിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പം അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമുക്കിടെ പ്രൈം ഫാക്ടറൈസേഷൻ ആണ്. നമുക്ക് ഏതൊരു നമ്പറിനെയും ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് അനുസരിച്ച് ഏതൊരു കോമ്പോസിറ്റ് നമ്പേഴ്സിനെയും നമുക്ക് പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. ഇപ്പോൾ 4നെ 2x2 എന്ന് എഴുതാം, 10നെ 2x5, ഏത് നമ്പറിനെയും ഏത് കോമ്പോസിറ്റ് നമ്പറിനെയും നമുക്ക് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അതിൽ മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എക്സാമ്പിൾ 1, കൺസിഡർ ദ നമ്പർ 4n where n is a natural number. ചെക്ക് വെദർ ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റിൽ 0 വരുമോ എന്ന്. 0 വന്നെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ അകത്ത് എന്തുണ്ടായിരിക്കണം? 2ൻ്റെ പവറും 5യുടെ പവറും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ 2x5 എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്പർ എഴുതാൻ പറ്റണം. ഇപ്പോൾ 4n കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 2n എന്നാണ് വന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2n ആണ് വന്നത്. 2n അകത്ത് ഒരിക്കലും 5ൻ്റെ പവർ വന്നില്ല. അപ്പോൾ അത് കാരണം അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് നമ്മളിപ്പോൾ 10 എന്ന് പറയുന്ന ഒരു നമ്പർ എഴുതുവാണെങ്കിൽ അതിന് നമുക്ക് 2x5 എന്ന് എഴുതാറ്. അങ്ങനെ ഒരിക്കലും നമുക്ക് 4നെ എത്ര വട്ടം 4ൻ്റെ ടേബിളിൽ എടുത്താലും നമുക്ക് 2ൻ്റെ പവറായിട്ട് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, 5ൻ്റെ പവറായിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റിൽ 0 എൻഡ് ചെയ്യില്ല. അത് എക്സാമ്പിൾ 1 ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചോദിക്കുന്നത് LCM HCF, പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറയണത് HCF ഇൻറ്റു LCM. അതാണ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന സെഷൻ ഇതാണ് വരുന്നത്. HCF ഇൻറ്റു LCM ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എന്നുള്ളത്. അത് പ്രൈം ഫാക്ടറൈസേഷൻ വെച്ച് ചെയ്യുക. ഇത് 2 നമ്പേഴ്സിനെ പോസിബിൾ ആയിട്ടുള്ളൂ. 3 നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ റോങ് ആയിരിക്കും. പിന്നെ നമുക്കിടെ അടുത്ത് ചോദിക്കുന്നത് 6th ക്വസ്റ്റ്യൻ. ഇതിൽ കോമ്പോസിറ്റ് നമ്പേഴ്സ്, ഇതിനെ കോമ്പോസിറ്റ് നമ്പേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. ഇതിന് കോമ്പോസിറ്റ് നമ്പേഴ്സ് ആയിട്ട് എഴുതണമെങ്കിൽ ആദ്യമേ ഇത് എന്ത് ചെയ്യണം? ഇതിനെ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് എഴുതണം. ഇപ്പോൾ 7 × 11 × 13 പ്ലസ് 13. മിക്ക പിള്ളേരും കാണിക്കുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ 13 എന്ന് വന്ന് എഴുതിയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇത് 0 ആയിട്ട് അവർ കൺസിഡർ ചെയ്യും. അങ്ങനെ എടുക്കാൻ പാടില്ല. ഇത് 13 × 1 എന്ന് തന്നെ എടുക്കുക. എന്നിട്ട് 13നെ പുറത്തേക്ക് എടുക്കുമ്പോൾ 7 × 11 പ്ലസ് 1 എന്നുള്ള ആൻസറാണ് വന്നത്. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 13 × 77 പ്ലസ് 1 78. അപ്പോൾ 13 × 78 എന്ന് കിട്ടും. ഈ 78 എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. അപ്പോൾ അതിനെ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അതെന്തായാലും കോമ്പോസിറ്റ് നമ്പർ ആയിട്ടായിരിക്കും വന്നത്. പിന്നെ നമുക്കിടെ അടുത്ത് ചോദിക്കുന്നത് ഈ √2 ഇറാഷണൽ ആണ്, √3 ഇറാഷണൽ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് ചോദിക്കുന്നത്. അതും ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. പിന്നെ ചോദിക്കുന്നത് അതിനേക്കാൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 5 - √3 ഇറാഷണൽ ആണെന്ന് തെളിയിക്കുക, 3 √2 ഇറാഷണൽ ആണെന്ന് തെളിയിക്കുക, പിന്നെ 3 + 2 √5 ഇറാഷണൽ ആണെന്ന് തെളിയിക്കുക. പിന്നെ വേറൊരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കും, √2 + √3 ഇറാഷണൽ ആണെന്ന് തെളിയിക്കുക, അല്ലെങ്കിൽ √2 - √3 ഇറാഷണൽ ആണെന്ന് തെളിയിക്കുക. ഇത്രയാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇപ്പോൾ 3 + 2 √5 ഇറാഷണൽ ആണെന്ന് തെളിയിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എന്താ അസ്യൂം ചെയ്യുക? ഇത് റാഷണൽ ആണെന്നും പറഞ്ഞെടുക്കുക. റാഷണൽ ആകുമ്പോൾ A/B ഫോം ആയിരിക്കും വരുന്നത്. +3നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +3 അപ്പുറത്തേക്ക് വരുമ്പോൾ അത് -3 ആയിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 √5 ഈസ് ഈക്വൽ ടു A - 3B/B എന്ന് കിട്ടും. ഇനി ഈ 2നെ താഴോട്ടേക്ക് കൊണ്ടുവരും. ഒരു സൈഡിൽ റൂട്ടും ഒരു സൈഡിൽ നമ്പേഴ്സും വരാൻ പാകത്തിന്. അപ്പോൾ A - 3B / 2B. നമ്മളിത് റാഷണൽ ആണെന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തേക്കണം. അങ്ങനെയാണെങ്കിൽ √5 നമുക്ക് റാഷണൽ ആണെന്ന് കിട്ടണം. പക്ഷെ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് √5 എന്താണ്? ഇറാഷണൽ ആണ്. ഇറാഷണൽ ആണെന്ന് പറയുമ്പോൾ നമുക്കിടെ അസംഷൻ തെറ്റിപ്പോകും. ഇപ്പം 3 + 2 √5 എന്ന് പറയുന്നത് എപ്പോഴും ഇറാഷണൽ നമ്പറാണ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോർഷൻസ് ഇതൊക്കെയാണ്. ഇപ്പോൾ 4n അല്ലെങ്കിൽ 12n എന്ന് പറയുന്നത് എൻഡ് ചെയ്യുന്നത് 0-ൽ അല്ലാന്ന് തെളിയിക്കുക. പിന്നെ 3 + 2 √5 അല്ലെങ്കിൽ √5 എന്ന് പറയുന്നത് ഇറാഷണൽ ആണെന്ന് തെളിയിക്കുക. പിന്നെ √3 ഇറാഷണൽ ആണെന്നുള്ളത് അല്ലെങ്കിൽ √2 എന്നുള്ളത്. പിന്നെ ചോദിക്കുന്നത് പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്, പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു LCM × HCF. അങ്ങനത്തെയാണ് വന്നത്. അപ്പോൾ ചാപ്റ്റർ 1ൻ്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. ചാപ്റ്റർ 2ൻ്റെ അടുത്ത ദിവസം തരാം. എല്ലാവരും വീഡിയോ കാണാം. ഓക്കെ, ബൈ.